ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്ത് വീഡിയോ ആണ്? ഇന്നെന്താ പ്രത്യേകത? നമ്മൾ നല്ല ഒരുങ്ങി കെട്ടി കല്യാണം. ആരുടെ കല്യാണം? ആമയുടെ കുഞ്ഞച്ഛൻ്റെ എൻഗേജ്മെന്റ് ആണ് അല്ലേ? കുഞ്ഞച്ഛനാണ്, പക്ഷേ ആമിക്കുട്ടി കുഞ്ഞച്ഛനാന്ന് വിളിക്കൂല. ചേട്ടാന്ന് വിളിക്കുള്ളൂ അല്ലേ? പ്രതിച്ചേട്ടൻ്റെ എൻഗേജ്മെന്റ് ആണല്ലേ? കുറേ നാളായില്ല ആമിക്കുട്ടി വെയിറ്റ് ചെയ്യണേ. എന്നാണോ പ്രതിച്ചേട്ടൻ്റെ എൻഗേജ്മെന്റ് എന്നുള്ളത് അല്ലേ? ആമിയുടെ വിചാരിക്കുന്ന കല്യാണമാണെന്ന് കേട്ടോ. പ്രതിച്ചേട്ടൻ കല്യാണം കഴിക്കേണ്ട പെണ്ണിന് വരുന്ന എന്താ പേര്? എന്താണ്? അറിയൂലെന്നാ? നിന്നെ ഓടിക്കും. എന്താന്ന് അറിഞ്ഞൂടെ? നോർത്ത് പറഞ്ഞേ, എന്തായിരിക്കും പേര്? എന്തായിരിക്കും നോർത്ത് പറഞ്ഞേ? നമിത അല്ലേ? ഓക്കെ. അപ്പൊ നമിത ചേച്ചീനെയാണ് പ്രതിച്ചേട്ടൻ കല്യാണം കഴിക്കണം അല്ലേ? ആമി ചേച്ചി ചേട്ടാന്ന് വിളിക്കുള്ളൂ, കുഞ്ഞമ്മ കുഞ്ഞച്ഛനൊന്നും വിളിക്കൂല അല്ലേ? അപ്പോൾ പിന്നെ ചെറിയൊരു വീഡിയോ ആണ്. എത്ര വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാനൊന്നും പറ്റൂല, എന്നാലും നമ്മൾ ചെറുതായിട്ട് ഞങ്ങളുടെ അല്ലേ? ഓക്കെ. അപ്പം നമുക്ക് എൻഗേജ്മെൻറ്റിന് പോയാലോ? അമ്മ ശരിക്കും എനിക്ക് നിന്നേന്ന് കാണുന്നില്ല. ഇപ്പം ശരിക്കും കാണൂല, വണ്ടിയിലായത് കൊണ്ട് നമ്മൾ ടൈം ഇച്ചിരി ലേറ്റായി. നമ്മൾ പുതിയ ഷൂ, ഭയങ്കര അടിപൊളി ഷൂ ഒക്കെയാണ് അവൻ കുട്ടി വാങ്ങിച്ചേക്കണം. അത് നമ്മൾ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ചാൽ രാവിലെ നമ്മൾ ഇറങ്ങി അവരെ കൊണ്ടുവിട്ടു. പിന്നെ മറ്റന്നാൾ സ്കൂൾ വർക്കാണല്ലോ, അതുകൊണ്ട് കൊണ്ടുവിട്ടു. നമ്മളിനി നേരെ ഇവിടെ നിന്ന് പോകും. 8:30 ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് കരുതിയതാണ്, പക്ഷെ എല്ലാ മേക്കപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ 9:20. സാരമില്ല. ഓക്കെ, പോവാം. നേരേക്ക്
വാലിട്ട് കൊടുക്കും. അവിടെ നിൽക്കണം. അത് മോള് വാലിട്ടോ. എന്താ എന്തിനാ കരയണേ? എന്താ ഇങ്ങനെ മേക്കപ്പ് കിട്ടുന്നിട്ട് കരയാൻ പാടില്ല. നോക്കട്ടെ, എന്തിനാ കരയണേ? ഐസ്ക്രീം എടുത്തല്ലോ നിങ്ങളുടെ വീട്ടിലെപ്പോ വരണം? ഫംഗ്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആമയുടെ സ്കൂളിലേക്കാണ് പോയത്. സ്കൂളിൽ ഇന്നായിരുന്നു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. ഞങ്ങൾ ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ആഫ്റ്റർനൂൺ പോകാമല്ലോ എന്നൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ എങ്ങനെ ഒരു 3 മണിയായി. യൂണിഫോം ഈ സമയത്ത് എനിക്ക് കറക്റ്റ് അളവിന് കിട്ടുമെന്ന് അറിയില്ല. എല്ലാവരും പോയി, ആരുമില്ല. അവിടെ കളിക്കണോ നോക്കിയടാ. നമ്മൾ കല്യാണത്തിനൊന്നാണോ കളിക്കാൻ പോവാണോ? ഞാൻ പ്രതീക്ഷിച്ച പോലെ യൂണിഫോം കിട്ടായികയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ യൂണിഫോമും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ യൂണിഫോം എല്ലാം വാങ്ങി ഹാപ്പി ആയിട്ട് ഇറങ്ങുമ്പോഴാണ് ആമിക്കുട്ടിക്ക് പൂള് കാണണം എന്നൊരാഗ്രഹം. ആമി തന്നെയാണ്. സ്വിമ്മിംഗ് പൂളിൽ പോകാനോ? എന്തിനാ കാണണേ? വലിയ പൂളോ? ഇവിടെ കുഞ്ഞു ഇവിടെ എന്തൊക്കെയോ വളം പൊക്കി കാണിച്ചു കേട്ടോ. അത് ഞാൻ പിടിക്കാം. കുറേ ആഗ്രഹിച്ചതല്ലേ ആമിക്കോട്ടെ. അയച്ചോടാ, എത്തി കളിക്കാൻ നോക്കണം. അത് തലവെള്ളത്തിലേക്ക് കോമ്പറ്റീഷനൊക്കെ ഉണ്ടാവൂട്ടടാ. നിനക്ക് നിന്റെ പഴയ സ്കൂളിൽ നിന്ന് വന്നതിൻ്റെ വിഷമമില്ലടാ? നിന്റെ പഴയ ഫ്രണ്ട്സിനൊന്നും മിസ് ചെയ്യണില്ലടാ? നോ മിസ്സി? നിന്റെ പഴയ ഫ്രണ്ട്സ് അവരെയൊക്കെ ഇനി കാണില്ലല്ലോ. ആ അതെ, ആ ബിൽഡിങ്ങിന്റെ അപ്പുറത്താണ് ആമയുടെ പഴയ സ്കൂള്, ഇവിടെ പുതിയ സ്കൂള്. ഏത്? ആ അതേ, ആ കാണുന്ന മരങ്ങളൊക്കെ ആമയുടെ സ്കൂളിന്റെ മരങ്ങളോ? അവിടെ ഇവിടെ നിന്ന് വിളിച്ചാൽ നിന്റെ പഴയ ഫ്രണ്ട്സിനെ ഇവിടെ നിന്ന് വിളിച്ച മോൻ്റെ അതൊക്കെ മോൻ്റെ സ്കൂളിൻ്റെ ആ കാണുന്ന മരങ്ങൾ കൊള്ളാം. സ്ലോവില് നടക്കുക, തലയും കുത്തി വീഴും. ഒറിജിനലാ. അവിടെ
സ്കൂളിൽ നിന്ന് യൂണിഫോം വാങ്ങി നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി അല്പസമയം റെസ്റ്റ് എടുത്തതാ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഡെക്കാത്ലോണിലാണ്. എക്സ്ക്യൂസ് മീ, ഒന്ന് മാറിയിരിക്കാം. നമുക്ക് ട്രയൽ ഏരിയ ഹെൽമെറ്റ് എനിക്ക് എങ്ങനെയുണ്ടോ? പറഞ്ഞുതരാം. എങ്ങനെ ചെയ്തു? രണ്ട് കാലം വി ഷേപ്പ് പോലെ വെക്കാം. രണ്ട് കാലം മുട്ടി പിടിച്ച് അടുപ്പിച്ചു എണീക്കാം. നമുക്ക് പോയി മുട്ടി പിടിച്ചെന്ന് മുട്ടി പിടിച്ചെന്ന് മുട്ടി പിടിച്ച് മുട്ടവിടെ അങ്ങനെ പിടിച്ചു. ഈ കാല് പൊക്കിയെടുത്ത് സ്ട്രേറ്റ് ആമിക്കുട്ടി ആദ്യമായിട്ടാണ് കേട്ടോ സ്റ്റേറ്റ് ഷൂ വെയർ ചെയ്യുന്നതോ അത് ട്രൈ ചെയ്യാൻ പോകുന്നതും. അടുപ്പിച്ചു കാല് ഫ്രണ്ടിലേക്ക് ഫോർവേഡിലേക്ക് ആക്കി മുന്നിട്ട് മുട്ടി പിടിച്ച് ചെയ്യണേ. മുട്ടി പിടിച്ചോ മുട്ടി പിടിച്ചോ മുട്ടി പിടിച്ചോ മുട്ടി പിടിച്ചു മുട്ടി പിടിച്ചോ. ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്താൽ നമുക്ക് ലെഫ്റ്റ് മുട്ടി പിടിച്ച് ഞാൻ പറഞ്ഞു ഞാൻ സപ്പോർട്ട് ചെയ്യാം. ലെഫ്റ്റിലേക്ക് ഒരു കാല് സ്ലൈഡ് ചെയ്യാം. അടുത്ത കാല് സ്ലൈഡ് ചെയ്ത് ഈ കാല് സ്ലൈഡ് ചെയ്യാം. സ്ലൈഡ് ചെയ്യാം. പിന്നെ അടുത്ത കാല് സ്ലൈഡ് ചെയ്ത് പേടിക്കണ്ട. സ്ലൈഡ് പൊക്കിയെടുത്ത് അടുപ്പിച്ച് വെച്ച് ഇതാണ്ടോ പൊക്കിയെടുക്കുക ടേൺ ചെയ്യാം. മുട്ടി പിടിച്ചോ മുട്ടി പിടിച്ച് സ്ലൈഡ് ചെയ്ത് മുട്ടി പിടിച്ചോ മുട്ടി പിടിച്ചോ മുട്ടി പിടിച്ചോ. കാലകത്തി ഇങ്ങനെ അത്തി കൊണ്ടുപോകും. കാല് വൈഡറായി പോകുമ്പോൾ കാല് പൊക്കിയിട്ട് അടുപ്പിച്ചോ അടുപ്പിച്ച് പൊക്കി പൊക്കി അടുപ്പിച്ചോ. വെരി ഗുഡ്. നമുക്ക് ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത് ആ ഡയറക്ഷനിലേക്ക് കാല് വെക്കാം. ഇപ്പം ഇങ്ങാടല്ലേ പോകുന്നത്. അപ്പം അങ്ങോട്ട് തിരിക്കണ്ടേ. അപ്പം കാല് തിരിക്കുക പൊക്കിയിട്ട് അടുപ്പിക്കും. മുട്ടി പിടിച്ചോ മുട്ടി പിടിക്കും മുട്ടി പിടിക്കും. സ്ലൈഡ് വിട്ടോളാം. എന്നിട്ട് ടേൺ ചെയ്യാം. മുട്ടി പിടിച്ചു ടേൺ ചെയ്യാൻ എങ്ങനെ ഞാൻ പറയുന്നത് മുട്ടി പിടിച്ച് ചെയ്യുക. ടേൺ ചെയ്യും. ഈ കാല് ടേൺ ചെയ്യും. 1 by 1 ആയിട്ട് ടേൺ ചെയ്യുക. മുട്ടി പിടിച്ചു മുട്ടി പിടിച്ചു മുട്ടി പിടിച്ച് ചെയ്യും. ശരി. കാല അകന്നുകൊണ്ട് എന്ത് ചെയ്യണം? അപ്പോൾ ഗുഡ് വൺ. മുട്ടി പിടിച്ചു സ്ലൈഡ് ചെയ്തു ഫ്രണ്ടിലേക്ക്. മുട്ടി പിടിച്ച് സ്ലൈഡ് ചെയ്യും. സ്ലൈഡിങ് സ്ലൈഡിങ്. Good one. Good one. Good one. Good one. Keep going. What else? Okay, okay. Very good, very good, very good. Easy. Pachalo. Good one. നമ്മൾ തിരിക്കുക. ബാക്കിലേക്ക് തിരിക്കുക. അങ്ങനെ തിരിക്കാൻ പോകണം. ഇങ്ങാടാണോ ഇങ്ങാടാണോ ഏതെളുപ്പം തിരിക്കാൻ ശരിയാക്കണം. അടുത്ത കുട്ടിക്കാലം വെച്ചോ തിരിച്ചോ കുട്ടിക്കാലം വെച്ചോ കുട്ടി പിടിച്ച് തല മൂവ്മെന്റ് ചെയ്യണം. പൊക്കിയിട്ടടിപ്പിച്ചു. വെരി ഗുഡ്. മുട്ടിപ്പിടി 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 മുട്ടി പിടിച്ചില്ലെങ്കിൽ ബാക്കിലേക്ക് വീഴും കേട്ടോ. ഇവിടെ ഇതാണ് മുട്ട്. കാല അടുപ്പിച്ച് വെച്ചിട്ട് റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യണം. മുട്ടി പിടിച്ചിട്ട് കാലടിപ്പിച്ചു. നിങ്ങളെ കൊണ്ട് ആ ഡയറക്ഷനിലേക്ക് കാല് വെക്കും.
നേരില്ല പോകേണ്ടത്. അപ്പോൾ മുട്ടി പിടിക്കും. പോയിരുന്നു നടന്നേ വാക്ക് ചെയ്തേ ബാലൻസ് ഉണ്ട് കേട്ടോ. അത് ഇതിന് പ്രാക്ടീസ് ചെയ്താണ്. ഒരെണ്ണത്തിനൊന്ന് ബാക്ക് കവർ ബ്രേക്കാണ്. കാലിനെ പൊന്തിച്ച ബ്രേക്കാണ്. ബ്രേക്ക് ആവും. ഇത് 32 സൈസ് അല്ലേ? എങ്ങനെയുണ്ട്? എടുക്കണ്ടേ കയ്യിലിടണം. കയ്യിനെടുത്ത് നിങ്ങൾക്ക് എത്ര വയസ്സാണ് പറഞ്ഞത്? 7 years. എങ്ങനെയുണ്ടടാ? ഇവിടെ നിൽക്ക്. പോലെ മിന്റ് ഗ്രീനും ഉണ്ട്, പീച്ച് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഏത് കളറാണ്? മിന്റ് ഗ്രീൻ, പീച്ച് ആൻഡ് ബ്ലാക്ക്. ബ്ലാക്ക് ഉണ്ട്, പീച്ച് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ഇട്ട് നോക്കുക. ബ്ലാക്കിനേക്കാൾ കുറച്ചുകൂടി ഭംഗി പീച്ച് അല്ലടാ ഇതിന്. ഈ കളർ കോമ്പിനേഷൻ ഇഷ്ടമുള്ള എടുത്തു. ബ്ലാക്ക് ലെഫ്റ്റ് റൈറ്റ് മെൻഷൻ ഉണ്ട്. റൈറ്റ് റെഡ് മാർക്ക് നീസിൽ വരുന്നേക്കുന്നത്. ഇപ്പം നീസിൽ ഷൂസ് ഇടുന്ന മുന്നേ സോക്സ് ഇടുന്ന പോലെ ഇടണം. നല്ല കറക്റ്റ് പ്രൊട്ടക്ഷൻ കിട്ടത്തുള്ളൂ. നമുക്ക് വീടിനെ പഠിക്കത്തുള്ളൂ. വീടൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി ഹെൽമെറ്റും കാർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. റൈറ്റ് റെഡ് മാർക്കിംഗ് എൽബോയിൽ വരുന്നത്. അപ്പം എൽബോ ഹെൽമെറ്റ് വേറെ കളർ എടുക്കണം. എനിക്ക് വീല് വേണമെങ്കിൽ ഗ്ലോയിങ് വീലൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സർവീസാണ് അത്. ഇതൊരു സപ്പോർട്ട് വരും. റൈറ്റ് സൈഡിൽ കാണാം. പള് വീണ് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി സേഫ് ആയിരിക്കും. ഒന്നും പറ്റത്തില്ല. എൽബോ പാൻ, നീ പാൻ, ഹാൻഡ് ഗ്ലൗസ് ഇതിന് ഇപ്പുറത്തും വരും. സൈസ് ഓക്കെയാണ്. ഇപ്പോൾ വരണം ഒരാമോളെ ഒരിക്കും. ഇവിടെ നമ്മൾ കോച്ചിന് പോകാൻ വേണ്ടി ഒരു ബാഗ് ഷൂസ് ക്യാരി ചെയ്യാൻ വേണ്ടിയുള്ള ബാഗായിട്ടാണ്. നമുക്ക് എയർ വെന്റിലേഷൻ വരുന്നുണ്ട്. സ്മെല്ലും കാര്യങ്ങളൊന്നും നിൽക്കത്തില്ല. പിന്നെ പിങ്ക് ആണോ ബ്ലൂ ആണോ? പിങ്ക് വണ്ടിയാണ്. പെട്ടെന്ന് അഴുക്കാവൂലേടാ. ബ്ലൂ എടുക്കടാ. ബ്ലൂ ഒരെണ്ണയുള്ളൂ, ഒരു പീസുള്ളൂ. ബ്ലൂ ആണോ? ബ്ലാക്ക് ഇല്ല. ബ്ലാക്കിലാകുമ്പോൾ എല്ലാം ഒറ്റ കമ്പാർട്ട്മെൻറ്റേ ഉള്ളൂ. കമ്പാർട്ട്മെൻറ്റുകളിൽ കറക്റ്റായിട്ട് ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഒരു ഷൂസായിട്ട് ഇങ്ങനെ വെക്കാം. ഒരു ഷൂസ് ഗാർഡ്സ് ഹെൽമെറ്റ് കൂടെ വരും. ഇത് മതിയല്ലേ? ഇത് പാക്ക് ചെയ്ത് ടെൻഷൻ ഉണ്ടായിരുന്നല്ലേ? ചെറിയ ടെൻഷൻ. അച്ചക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. കമ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു ഷൂസ് ആഡ് ചെയ്യാം. നോക്ക്, തന്നെ വെക്കാനുള്ള കേട്ടോ. നോക്ക്, ഈസിയാണ്. ഷൂസ് രണ്ടും കയറി ഗാർഡ്സിന് അടുത്ത് കയറി വെക്കാം. ഹെൽമെറ്റ് ബ്ലാക്ക് വേണോ അല്ലെങ്കിൽ ഗ്രേ വേണോ? ബ്ലാക്ക് ഓർ ഗ്രേ? ബ്ലാക്ക് ഒക്കെ ഫസ്റ്റ് ടൈം ആയിട്ടാ ചൂസ് ചെയ്യണേ. ബ്ലാക്ക് ഒന്നും എടുക്കാറില്ലല്ലേ? ബാസ്ക്കറ്റ് ഓക്കെ ആണോ?
അപ്പൊ ലൂസാക്കി വലിച്ചാൽ മതിയുടെ ഇങ്ങോട്ട്. സുഖതാണല്ലേ. ഇത് എത്ര? 2000. അതെ ആമി, നമുക്ക് ടിപ്സ് മറ്റേ സ്കൂളിൽ തന്നെ പോരാടാ. കുരുത്തക്കേട്. ഇത് മേടിച്ചതാ. ഇഷ്ടപ്പെട്ടോ? ഫസ്റ്റ് ടൈം അല്ലേ മോള് സ്കേറ്റിംഗ് ഷൂ ഇടുന്നത്? അത് ഇട്ടിട്ട് നമുക്ക് എന്താ തോന്നിയത് ആ സമയത്ത്? ടെൻഷൻ ഉണ്ടായിരുന്നോ? വീഴോന്ന്? അച്ഛൻ മോളെ പിടിക്കാണ്ട് തന്നെ ഇങ്ങനെ നിൽക്കായിരുന്നു. അമ്മ അച്ഛത്ത് മാറുന്നു പറഞ്ഞു. അച്ഛൻ മാറാണ്ട് മോള് വീഴോന്ന് നോക്കിയിട്ട് അച്ഛൻ ഇങ്ങനെ പിടിച്ചിരിക്കണായിരുന്നു. ഇത് മസാജ് ഉള്ളേ ഇത്. യെസ്, മസാജർ. അത് ബാറ്ററി അല്ലേ? ബാറ്ററി ആണോ? അല്ല, റീചാർജബിൾ USB കേബിൾ. പെട്ടെന്ന് വെക്കല്ലേ. വേണോ? ഇതെങ്ങനെ ഓണാക്കുന്നത്? അയ്യോ വെക്കണ്ടേ അയ്യോ. ആ കൊള്ളാം. ആ ഇറുകി ഇങ്ങനെ നിൽക്കണായിരുന്നു പാവം. ഇത് ഓക്കെയാണ്. ടച്ച് ചെയ്തോട്ടോ. ആമിക്കുട്ടി ചെയ്താൽ മതി. കൊടുക്കടാ, നീ കൊടുക്കുന്നു പറഞ്ഞിട്ട്. ക്ലോത്ത് അതെ, ക്ലോത്ത് കൂടെ വെച്ചോ. ബില്ലടിച്ചോ? ഹാപ്പി ആയില്ലേ? കേട്ടാ ആമിക്കുട്ടിയുടെ ഇത് ആദ്യത്തെ സ്കേറ്റിംഗ് ഷൂ ആണല്ലേ. ആദ്യമായിട്ടാണ് ആമി സ്കേറ്റിങ്ങിന് ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ സ്കേറ്റിംഗ് ഷൂ ആണ്. അപ്പോൾ നമുക്ക് പോവാം. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അല്ലേ? എല്ലാവർക്കും ടാറ്റ കൊടുക്ക്. ടാറ്റ. ഹാപ്പിയാണോ? ടാറ്റ കൊടുക്ക്. ആ